ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് RRBയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടാണ്. മാത്രവുമല്ല, ഈ അപ്ഡേറ്റിന് ധാരാളം സവിശേഷതകളുണ്ട്. ആദ്യമായിട്ട് പറയുവാനുള്ളത്, റെയിൽവേയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനി എല്ലാ എക്സാമുകളും എല്ലാ വർഷവും റെഗുലറായിട്ട് റെയിൽവേ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ALPയുടെ എക്സാമിനേഷൻ്റെ ടയർ 2-ന് ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെയായിരുന്നു ആ ടെൻഷൻ. എന്നാൽ ആ ടെൻഷനൊന്നും യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് റെയിൽവേ അടുത്ത ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് റെയിൽവേയുടെ ടയർ 2 എക്സാമിനേഷൻ, അതായത് CBT 2 നടക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർക്കിളിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത സൈക്കിളിലേക്കുള്ള എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ പുറത്ത് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇനി മുതൽ എല്ലാ വർഷവും റെഗുലറായിട്ട് റെയിൽവേയുടെ എല്ലാ എക്സാമുകളും റെയിൽവേ നടത്തുമെന്ന് അനൗൺസ് ചെയ്തത് സത്യമാണ് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അതായത് നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നോ അതുപോലെ തന്നെ നമുക്ക് റെയിൽവേയുടെ എക്സാമുകളെയും അപ്രോച്ച് ചെയ്യാമെന്നതിൻ്റെ ഒരു ആധികാരിക ഡോക്യുമെൻ്റ് ആയിട്ട് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് ഇനി ഓരോരോ നോട്ടിഫിക്കേഷനുകളിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഈ നോട്ടിഫിക്കേഷൻ ചില പ്രത്യേകതകളുണ്ട്. പഴയ നോട്ടിഫിക്കേഷൻ്റെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് വന്ന നോട്ടിഫിക്കേഷനിൽ കൊറോണയ്ക്ക് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ കൊറോണയുടെ ബേസിലുണ്ടായിരുന്ന ഏജിലെ റിലാക്സേഷനും മറ്റും ലഭിക്കുന്ന രീതിയിലായിരുന്നു നോട്ടിഫിക്കേഷൻ എങ്കിൽ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ സാധാരണഗതിയിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എങ്ങനെയാണോ ഈ എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് എന്നതും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഓർക്കുക, നമുക്കിനി ധൈര്യമായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് റെയിൽവേയുടെ എല്ലാ എക്സാമിനേഷനും. അതായത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു നല്ല തസ്തികയാണ്. പ്രത്യേകിച്ചും സാലറി ബേസിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തസ്തികയാണ് റെയിൽവേയിലെ ALP എന്നുള്ളത്. അപ്പോൾ ആ ALPയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള ന്യൂസ് നമുക്ക് ഏത് മാഗസിൻ വഴി കിട്ടും എന്ന് ചോദിച്ചാൽ ഏറ്റവും ആധികാരിക സോഴ്സ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ന്യൂസിൽ തന്നെ അവർ ന്യൂസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അതായത് എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 മാർച്ച് മുതൽ 4 ഏപ്രിൽ 2025 വരെയുള്ള എഡിഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് പ്രകാരം പുതിയ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. അതായത് സാധാരണഗതിയിലുള്ള ഒരു പ്രായമാണ്. ഇതിൽ തന്നെ എക്സാമിനേഷൻ ത്രൂ ഓൺലൈൻ മോഡാണ് എന്ന് എടുത്തു പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ നേരത്തെ റെയിൽവേ 2-3 വർഷം കൂടുമ്പോൾ വിളിച്ചിരുന്നത് അടുത്ത വർഷത്തേക്ക് തന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് റെഗുലറായിട്ട് ഇനി നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് കരുതേണ്ടി വരും. മാത്രവുമല്ല, ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് 9,900 വേക്കൻസിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ എക്സാമിനേഷൻ നടക്കുമ്പോൾ ഒരു 10,000 വേക്കൻസി ആയിട്ടത് ഉയർന്നേക്കാം. 10,000 വേക്കൻസിക്കുള്ള നിയമനങ്ങൾ നടന്നുകൂടാഴികയില്ല. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ചാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് പ്രത്യേകിച്ചും ALP എന്നുള്ളത്. ഇപ്പോൾ ALPയുടെ എക്സാമിനേഷന്റെ CBT 2-ന് ചെറിയൊരു തകരാറ് വന്നുവെങ്കിലും ഇപ്പൊ CBT 1 ക്ലിയർ ചെയ്യാതെ പോയവർക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുക. മാത്രവുമല്ല, റെയിൽവേയിൽ നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് റെഗുലറായിട്ട് കിട്ടും എന്നതിൻ്റെ ഏറ്റവും നല്ല ട്രെൻഡ് കൂടിയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷനുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും RRB സൈറ്റുകളിൽ കയറി ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏതൊക്കെ സോണുകളിലാണ്, എവിടേക്കാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്, റെയിൽവേ ആണ് നോട്ടിഫിക്കേഷൻ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ എക്സാമിനേഷൻ്റെ, അതായത് CBT 1 എക്സാമിനേഷൻ്റെ പഠനം തുടങ്ങേണ്ടുന്നതാണ്. അല്ലെങ്കിൽ എക്സാമിനേഷൻ ഇങ്ങ് എത്തിക്കഴിഞ്ഞായിരിക്കും നമ്മളത് അറിയുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അവസാനം അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അത് മനസ്സിലായി കാണും. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPയുടെ CBT 1-ഉം CBT 2-ൻ്റെയും കോഴ്സ് അവൈലബിൾ ആണ്. കാരണം CBT 1-ൻ്റെ റിസൾട്ട് വന്നിട്ട് CBT 2 പഠിക്കാം എന്നുള്ളൊരു നിലപാടേ പാടില്ല. ഒരിക്കലും കേരള PSC പോലുള്ള എക്സാമിനേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം വളരെ ടഫസ്റ്റ് എക്സാം ആണ് CBT 1.
അതിനൊപ്പം തന്നെ ടഫസ്റ്റ് എക്സാം ആണ് CBT2. ഇത് തമ്മിലൊന്നും വലിയ ഗ്യാപ്പ് വരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കേവലം CBT1 ക്ലിയർ ചെയ്തിട്ട് CBT എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂയോ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം എക്സാമിനേഷൻ ഒന്ന് നീണ്ടു എന്നേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിക്കണമെന്നില്ല. ഈ ഒരു എക്സാമിനേഷൻ വന്ന ഒരു പ്രോബ്ലം ഇനി ഒരു എക്സാമിനേഷനും വരണമെന്നുമില്ല. കാരണം റെയിൽവേ അതെല്ലാം റെക്ടിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, CBT1നും 2നും ഉള്ള കോഴ്സിനെടുത്ത് പഠനം തുടങ്ങുക എന്നുള്ളതാണ്. കാരണം CBT1 ഫുൾ ഓഫ് എന്താണ് ഒരു ജനറൽ എക്സാം ആണെങ്കിൽ CBT2 ടെക്നിക്കലിന് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലുള്ള എക്സാം ആണ്. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ച് ഒരു CBT2 ലെവലിലും CBT1 ലെവലിലും കൃത്യമായിട്ടുള്ള ഒരു എലിമിനേഷൻ സ്ട്രാറ്റജിയിൽ മുമ്പോട്ട് പോയെങ്കിലേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ അവസാനം കഴിഞ്ഞ എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് എല്ലാ സോണുകളുടെയും ഏതാണ്ട് എല്ലാ RRBകളുടെയും കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മാർക്കാണ്. ഏതാണ്ട് എല്ലായിടത്തും ഒരേ മാർക്കിന് തുല്യമായതാണ്. ഇനി ചിലപ്പോൾ ചിലയിടത്തൊന്നും ഇനി ഇതുണ്ടാവില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്കെയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവില്ല എന്ന് പോലും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കൃത്യമായി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിലെ കോഴ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ടും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറക്കണ്ട, റെയിൽവേ ഇനി എല്ലാ വർഷവും ഉണ്ടാകും. റെയിൽവേയിലെ എല്ലാ തസ്തികകളും ഏതാണ്ട് 10,000-ഓളം വേക്കൻസികളാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. ആസ് കമ്പയർ ടു അതർ എക്സാമിനേഷൻ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. 60 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. മാത്രവുമല്ല സംസ്ഥാന സർക്കാരിനേക്കാളും കൂടുതൽ ശമ്പളവും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ളത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.